ഇതാദ്യമായാണ് ജോ ബൈഡൻ അനുവാദം നൽകിയത്. അനുവാദം നൽകിയ മണിക്കൂറുകൾക്കുള്ളിൽ റഷ്യയിലേക്ക് അമേരിക്കൻ മിസൈലുകൾ പായിച്ചു. ഇതിന് അനുവാദം നൽകിയിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ തന്നെ. ഏതായാലും ട്രംപിന് ഒരു പണി കൊടുത്തുകൊണ്ട് തന്നെയാണ് ജോ ബൈഡൻ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും ഇറങ്ങുവാൻ പോകുന്നത്. ഇതേ തുടർന്ന് രാജ്യത്തിൻ്റെ ആണവായുധ നയത്തിൽ മാറ്റം വരുത്തി റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ. അമേരിക്കയുടെ ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കുന്നതിൽ യുക്രൈനുമേൽ ഏർപ്പെടുത്തിയ വിലക്ക് കഴിഞ്ഞ ദിവസമാണ് ജോ ബൈഡൻ നീക്കിയത്. ബൈഡന്റെ അനുവാദം കിട്ടിയ 48 മണിക്കൂറുകൾക്കകം യുക്രൈൻ റഷ്യയിലേക്ക് ആക്രമണം നടത്തി എന്ന് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പ് പുടിൻ അമേരിക്കൻ മിസൈലുകൾ റഷ്യക്കകത്ത് വന്നാൽ അണുവായുധം പ്രയോഗിക്കുമെന്ന് പറഞ്ഞിരുന്നു. അമേരിക്കൻ നിർമ്മിത ATACMS മിസൈലുകളാണ് ആക്രമണത്തിന് ഉപയോഗിച്ചതെന്ന് റഷ്യ പറഞ്ഞു. റഷ്യയിലെ സൈനിക കേന്ദ്രങ്ങളെ അടക്കം ലക്ഷ്യമിട്ടുള്ള ആക്രമണം നടത്താൻ യുക്രൈൻ ദീർഘദൂര അമേരിക്കൻ മിസൈലുകൾ ഉപയോഗിച്ചത്. റഷ്യൻ നഗരത്തിലേക്ക് 6 ബാലിസ്റ്റിക് മിസൈലുകളാണ് തൊടുത്തുവിട്ടത്. അതിൽ 5 എണ്ണം തകർത്തുവെന്നും ഒരെണ്ണം സൈനിക കേന്ദ്രത്തിലേക്ക് പതിച്ചുവെന്നും അത് തീപിടുത്തത്തിന് കാരണമായി എന്നും ആളപായമോ നാശനഷ്ടമോ ഉണ്ടായിട്ടില്ല എന്നും റഷ്യൻ വ്യോമ പ്രതിരോധ സേന അറിയിച്ചു. ഏതായാലും 1 വർഷത്തിന് അപ്പുറം യുദ്ധം മറ്റൊരു തലത്തിലേക്ക് മാറിത്തുടങ്ങുവാൻ പോകുന്നു. കാരണം റഷ്യ ഇതിന് കനത്ത തിരിച്ചടി നൽകുമെന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു.